സക്കാത്തുൽ ഫിത്ർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില മസ്അലകൾ സൂചിപ്പിക്കാൻ. ഒന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. ആർക്കാ നിർബന്ധമായിട്ടുള്ളത്? പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ച് നൽകുന്നു, അലൽ അബ്ദി വൽ ഹുജ്ജി വൽ ദക്കരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി വൽ മുസ്ലിമീൻ മിനൽ മുസ്ലിമീൻ. പണ്ഡിതന്മാർ പറയാണ്, ചെറിയ കുട്ടിയാകട്ടെ വലിയ ആളാകട്ടെ, അടിമയാകട്ടെ ഉടമയാകട്ടെ, പെണ്ണാകട്ടെ ആണാകട്ടെ, എല്ലാ ആളുകൾക്കും മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാവർക്കും നിർബന്ധമായും ഈ സക്കാത്തുൽ ഫിത്ർ നൽകണം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എപ്പോൾ നൽകണം എന്നാണ് മൂന്നാമത്തെ മസ്അല. എപ്പോൾ നൽകണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅമറ ബിഹാ അൻ തുഅദ്ദി ഖബ്ല ഖുറൂജി നാസി ഇല സ്വലാത്ത്. ജനങ്ങൾ ഈദ് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കണം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സക്കാത്തുൻ മഖ്ബൂലത്തുൻ. അതാരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് ആളുകൾ പുറപ്പെടുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താകുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വമൻ അദ്ദാഹ ബഅദ സ്വലാ ഫഹിയ സദഖത്തുൻ മിൻ സദഖാത്ത്. ആരെങ്കിലും ഈദ് നിസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് വെറും ദാനധർമ്മങ്ങളിൽ മാത്രമേ പെടുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഈ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് ഈദ് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം ചില ആളുകൾക്ക് ആ ഒരു സമയത്ത് സാഹചര്യമില്ലെങ്കിൽ സ്വഹാബികളുടെ കർമ്മങ്ങളിൽ കാണാൻ കഴിയും, 1-2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 28-നോ 29-നോ അവർക്ക് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിൽ വിരോധമില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു അസറിൽ കാണാൻ കഴിയും, സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ 28-നോ 29-നോ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്നാണ്. ഇനി സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് നാലാമത്തെ മസ്അല. സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം, സക്കാത്തുൽ ഫിത്രി തുഹറത്തുൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്. നമുക്കറിയാം, നമ്മുടെ നോമ്പിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട്, ഈ റമദാനിൽ ചില സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്ഖലിതങ്ങളെ തീർക്കുവാനും പൊയ്പ്പിക്കുവാനുമാണ്, അതിന് പരിഹാരമായി കൊണ്ടാണ് ഈ സക്കാത്തുൽ ഫിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താ? വതുഅ്മത്തുൻ ലിൽ മസാകിൻ. പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണം കൂടിയാണ് ഈ സക്കാത്തുൽ ഫിത്ർ എന്നത്. അതുകൊണ്ടാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുത്തു വിടണമെന്നുകൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എവിടെയാ നൽകേണ്ടത്? ചില ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഗൾഫിൽ നിൽക്കുന്നവർക്ക് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ, ഇവിടെ ഉള്ളവർക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ, അവിടെ പാവപ്പെട്ട ആളുകളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ശരീരം എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം എന്നാണ്. അതാണ് അഫ്ളൽ. നമ്മൾ എവിടെയാണുള്ളത് അവിടെ കൊടുക്കണം. നമ്മൾ ഗൾഫിലാണ് ജോലി സംബന്ധമായിട്ടുള്ളെങ്കിൽ അവിടെ കൊടുക്കണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നാട്ടിൽ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ എല്ലാവരും സമ്പന്നരാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്നും അങ്ങനെ പാവപ്പെട്ടവരാരും ഇല്ല, ഇവിടെ എല്ലാവരും സമ്പന്നരാണ് എങ്കിൽ പിന്നെ അവർക്ക് ആലോചിക്കാം പാവപ്പെട്ട നാടുകളിലേക്ക് അയക്കാനുള്ള സംഗതികൾ നമുക്ക് നോക്കാം. പക്ഷെ അത് സമയത്തിനുള്ളിൽ അവിടെ എത്തുന്നു എന്ന ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം. ഇനി അതോടൊപ്പം എന്താ കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വാഅൻ മിൻ തംറിൻ ഔ സ്വാഅൻ മിൻ ശഈർ. ചില റിപ്പോർട്ടുകളിൽ കൂടുതലായി കൊണ്ടും കാണാൻ കഴിയും. അതായത് ആ നാട്ടിലുണ്ടായിരുന്ന ഭക്ഷണമായിരുന്നു ഈത്തപ്പഴവും ഗോതമ്പും ബാർലിയുമെല്ലാം അന്ന്. എന്നാൽ നമ്മുടെ നാട്ടിൽ കൂടുതലായി കൊണ്ട് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് എന്താ? അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം അരിയാണ് കൂടുതൽ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഗോതമ്പാണ്. അവിടെ ആ നാട്ടിലുള്ള ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം എന്താണോ അതാണ് സക്കാത്തുൽ ഫിത്റായി കൊടുക്കേണ്ടത്. എത്രയാ കൊടുക്കേണ്ടത്? അതാണ് ഇനി അവസാനത്തെ മസ്അല. എത്ര കൊടുക്കണം? ഒരാളുടെ ഒരു പൂർണ്ണ വലിപ്പമെത്തിയ ഒരു പുരുഷന്റെ 2 കൈകൾ ചേർത്ത് വെച്ചാൽ അതൊരു മുദ്ദാണ്. അങ്ങനെയുള്ള 4 മുദ്ദുകളാണ് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള 4 മുദ്ദുകൾ. അപ്പോൾ ഒരു സാമാന്യ വലിപ്പമെത്തിയ ഒരു വ്യക്തിയുടെ 2 കരങ്ങൾ ചേർത്ത് വെച്ച് പണ്ഡിതന്മാർ അളവ് പറഞ്ഞത് 675 ഗ്രാം എന്നാണ്. ചില പണ്ഡിതന്മാർ 600 ഗ്രാം എന്ന് പറഞ്ഞവരുണ്ട്, അതിൽ കുറച്ച് പറഞ്ഞവരുമുണ്ട്. സൂക്ഷ്മതയുടെ പേരിൽ 2400 ഗ്രാം, അതായത് 2 കിലോ 400 ഗ്രാം കൊടുത്താൽ മതിയാകുന്നതാണ്. ഇനി അതിൽ കൂടുതൽ കൊടുത്താലും അതും നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. 2700 ഗ്രാം വരെ, 750 ഗ്രാം വരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതിൽ കുറച്ച് പറഞ്ഞവരെയും കാണാൻ കഴിയും. സൂക്ഷ്മതയുടെ പേരിൽ 2400 ഗ്രാമെങ്കിലും നമ്മൾ കൊടുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന
യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.